ഈ ഒരു വണ്ടി തച്ചു പൊളിച്ചതേ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ചങ്കാളെ. ആ അടിച്ചു പൊളിച്ചോനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓപ്പാ, നീ ഒന്നും ഒരു ചുക്കും ചെയ്തില്ല. ഉമ്മ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നത്? പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ള ഒരു കേസ് എന്താന്ന് വെച്ചാല് ഇവന്റെ ഒരു മുഖോ അല്ലെന്നുണ്ടെങ്കിൽ ഇവന്റെ ഒരു നെയിമോ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു ഭവിഷ്യത്തുകൾ ഭയങ്കരം തന്നെയാണ്. നിന്റെയൊക്കെ കള്ളത്തരം പൊളിഞ്ഞ് ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തെളിവ് സഹിതം എല്ലാ എണ്ണം എടുത്ത് ഇട്ടിട്ടുണ്ട്. നീയൊക്കെ പിന്നെ എന്തിനാ ഇതൊക്കെ കിടന്ന് ഇത് ഇറക്കിക്കുന്നേ? നമ്മൾ അവന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ്. നീയൊക്കെ തന്നെ തല്ലി പൊട്ടിച്ച് നീയൊക്കെ തന്നെ ഇത് സോൾവ് ചെയ്യാൻ നടക്കുന്നു. എന്നിട്ട് നീയൊക്കെ പറയുന്നത് അവനെ കണ്ടുപിടിച്ച് അവനെ തല്ലിയത്. നാളെ കൊണ്ടുപോകണം ഇതിന്റെയൊക്കെ പുറം ഇങ്ങനെ നടന്ന് കള്ളത്തരം പറയും. മോന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഓന്റെ മദർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറം ലോകത്ത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആത്മഹത്യാ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ചങ്കാളെ നമ്മളോട് പറയണത്. പോരാ സ്ക്രിപ്റ്റ് പോരാ, അങ്ങോട്ട് ഇമോഷണൽ ആവുന്നില്ല. ഇത് അവ ഈ പൊട്ടൻ ഈ ഷാജഹാന്റെ ഈ പോത്ത് പൊട്ടന്റെ തന്നെ ഐഡിയ ആയിരിക്കും ഈ സ്ക്രിപ്റ്റ്. എടാ ഇതൊന്നും ഏക്കത്തില്ല, ഇതൊക്കെ മണ്ടത്തരമാണ് നീ കാണിച്ചത്. നിശാനെ അനക്കെന്താ നീ പറയാനുള്ളത്? അവനിനി എന്തോ പറയാന്? അവൻ 5000 രൂപ കിട്ടി, അതും പുട്ട് തിന്ന് അവൻ ഇരിക്കുമല്ലേ. അവനിനി എന്താ വേണം? അവൻ ഹാപ്പി ആയില്ലേ? ഇപ്പൊ ഊക്കും കിട്ടിക്കൊണ്ടിരിക്കുവോ? എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കച്ചറ കലമ്പിൽ ആ ഒരു രീതിക്ക് പോകുന്ന ഒരാളല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് മനസ്സിലായി, നിന്നെ ഇങ്ങനെ എടുത്തതല്ലയോ, പൈസ തന്നങ്ങ് നിന്നെ അങ്ങ് എടുത്ത്, എന്നിട്ട് നീ ഇതിലും കൂടെ ചേർന്ന് അതങ്ങ് പറ. ഞാനിപ്പോ ആ ഒരു കരഞ്ഞ് വീഡിയോ ഇട്ടതിന്റെ പേരിൽ കുറെ പേര് എന്നെ കളിയാക്കിക്കൊണ്ട് വീഡിയോസ് കുറെ ചെയ്യുന്നുണ്ട്. നീ പലസ്തീനെ സപ്പോർട്ട് ചെയ്തപ്പോഴും അല്ലാതെ നീ കരഞ്ഞപ്പോഴും ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. ആൾക്കാർ വിചാരിച്ചെന്തോ നീ സത്യസന്ധമായിട്ട് പറയുന്നതായിരിക്കും. പക്ഷെ നീ ഇതെല്ലാം നിന്റെ കാര്യത്തിന് വേണ്ടി നിനക്ക് റീച്ച് കിട്ടാനും ഈ പലസ്തീനെയൊക്കെ ഉപയോഗിച്ച് കയറിയതാന്ന് പിന്നല്ലേ മനസ്സിലായത്. അപ്പൊ നിന്റെ കൂടെ ആൾക്കാർ എങ്ങനെ നിൽക്കൂടാ? നിന്നെ എങ്ങനെ ആൾക്കാർ വിശ്വസിക്കും? നീ തന്നെ ഒന്ന് പറ. ഇതിന്റെ അടിവല ഫിജിക്സിന്റെ പേരിനെ മാറി മറിക്കാൻ പോകട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ വൻ കാരണം ജനങ്ങൾ മൊത്തം എടുത്ത് തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കയറണം. ആ ഒരു മൈൻഡ് മാത്രം കൊടുത്തോണ്ടി മാക്സിമം നമുക്ക് കഴിയുന്നത്ര കണ്ടന്റ് വണ്ടി തല്ലിപ്പൊളിച്ചത് വരുന്ന ആൾക്കാരെ അതായത് PSC കഴിഞ്ഞ ആൾക്കാരെ മനസ്സിലാക്കി. അതായത് നിഹാലിന്റെ എഡിറ്ററും കൂടി വരുന്ന ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഇടല്ലേ, അതായത് സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട്, ഈ വീഡിയോ ഇടല്ലേ എന്ന് പറയുന്ന ക്ലിപ്പ് അടക്കം എന്റെ ഇല്ലേ കുഴപ്പമില്ല. പേരെങ്ങനെയായിരുന്നു? നിഷാനല്ലേ? ഓ, ഇത് എഡിറ്റർ അല്ലേ? അതെ ഇല്ലില്ല ഇപ്പൊ ഇടില്ല. ഇതിപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തന്നെ ഞാൻ പുറത്ത് കൊണ്ടുവന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്തുവന്നുള്ളത്. എന്തായാലും 5000 രൂപയും പോയി. അവനിപ്പോ അവന്റെ അക്കൗണ്ട് ഡിസേബിൾ ചെയ്യുകയും ചെയ്തു. അപ്പൊ ആൾക്കാരുടെ മൊത്തം തെറിയോട് മൊത്തം കേട്ടോണ്ടിരിക്കുക. എന്തായാലും ഒരു സ്ക്രിപ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോ ഒരു സിനിമ തന്നെ ഇവന്മാര് നമുക്ക് കാണിച്ചു തന്നു.